ഹലോ. അപ്പോൾ ഇത് നമ്മൾക്കിന്ന് ഒരു ഹെയർ മേക്ക് ഓവർ ആയാലോ. നമ്മൾ കോട്ടമുറിയിലുള്ള ലക്ഷ്മീസ് ബ്യൂട്ടി പാർലറിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സ്വന്തം ചേച്ചിയുടെ സർവീസ് അടിപൊളിയാട്ടോ, അടിപൊളി സർവീസാണ്. അപ്പോൾ നമ്മൾ ഒന്ന് ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മൾ ലെയറാട്ടോ ഒന്ന് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ഡാമേജാണ് എൻ്റെ ഹെയർ. ഞാൻ ഹെയർ തൊട്ടിട്ട് കുറേ നാളായി ഹെയർ കട്ട് ചെയ്യാറില്ല, കുറേ നാളായി ഹെയർ കട്ട് ചെയ്തിട്ട്. അപ്പോൾ ചേച്ചി പറഞ്ഞു നല്ല ഡാമേജാണ്, അത്യാവശ്യം നന്നായിട്ട് ഡാൻഡ്രഫും ഉണ്ട്, പിന്നെ കെയറും കുറഞ്ഞിട്ടാണ് അങ്ങനെ. അപ്പോൾ നമ്മൾ ഹെയർ കട്ട് ചെയ്യാൻ തുടങ്ങി കേട്ടോ. പിന്നെ ഹെയർ അത്യാവശ്യം നല്ല ഹെയർ ഉണ്ടായിരുന്നു, നീളത്തിലില്ലെങ്കിലും ഹെൽത്തി ഹെയർ ആയിരുന്നു എൻ്റെ. പക്ഷേ ഭൂമിയിൽ മാലാഖയ്ക്ക് പഠിക്കാൻ പോയപ്പോൾ അതങ്ങ് പോയി. മനസ്സിലായോ? നഴ്സിംഗ്, അതന്നെ, നഴ്സിംഗ് പഠിക്കാൻ പോയപ്പോൾ ക്ലോറിൻ വെള്ളം ഉപയോഗിച്ച് ഉള്ള മുടി പോയി. പിന്നെ മാരേജൊക്കെ കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളതും കൂടി കൊഴിഞ്ഞു. ഇപ്പോൾ ആകെയുള്ളൊരു തുത്തോട്ടോ, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്ന് മേക്ക് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം ഉള്ള ഹെയർ ഫുൾ ഡാമേജ് ആയിരുന്നു. അപ്പോൾ ഇതൊന്ന് മേക്ക് ഓവർ ചെയ്തിട്ട് നമുക്കൊന്നും കൂടി മെയിൻറ്റെയിൻ ചെയ്താൽ ഹെയർ അടിപൊളിയായിട്ടിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ അത് ഈ ചേച്ചി ഹെയറൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കാം. അടിപൊളിയായിരുന്നു കേട്ടോ സർവീസൊക്കെ, എനിക്ക് നല്ല ഇഷ്ടമായി, നല്ല സർവീസായിരുന്നു. പിന്നെന്താ, നമ്മുടെ ഹെയർ കട്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മളൊരു പുതിയ ഡ്രസ്സ് എടുക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ ഫേസിൽ എന്തെങ്കിലും ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പേഴ്സണാലിറ്റി കുറച്ചും കൂടി മാറാണല്ലേ ഒരു, എന്താ പറയുക, നമുക്കൊരു സന്തോഷം അല്ലെങ്കിൽ ഒരു പ്രൗഡ് അങ്ങനെ തോന്നുന്ന കുറേ ഒരു മൊമെൻറ്റ്സാണ് ഇതൊക്കെ. എനിക്ക് എൻ്റെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരുന്നു, എൻ്റെ മുഖത്ത് തന്നെ എനിക്ക് ഫീൽ ചെയ്ത്. ഞാൻ തന്നെ ഒരുപാട് മാറി പോലെ. കാരണം കുറേ നാളായി ഹെയർ മേക്ക് ഓവർ ചെയ്തിട്ട്, ഫേസിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട്. ഇപ്പോൾ ഫേസിലൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ ഹെയറിൽ ചെയ്തപ്പോൾ തന്നെ ഫേസിൽ നമ്മുടെ ഒരുപാട് മാറ്റം വന്നു കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ പേഴ്സണാലിറ്റി മാറ്റാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ നമ്മുടെ സ്വഭാവത്തിലായാലും നമ്മുടെ മേക്കപ്പിലായാലും എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവർ വേഗം പോയി മാറിക്കോ. കാരണം നമ്മുടെ കയ്യിൽ സമയം ഒട്ടുമില്ല അല്ലേ. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഹെയർ മേക്ക് ഓവർ ചെയ്തപ്പോൾ എനിക്ക് തന്നെ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരുന്നു എൻ്റെ ഫേസിൽ തോന്നിയത്. കാരണം ആ പണ്ടത്തെ മുഖത്തു നിന്ന് ചെറിയൊരു മാറ്റം ഇല്ലേ, മാറിയിട്ടില്ലേ, ഉണ്ട്, മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തോന്നിയിട്ടുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യണേ. മുമ്പത്തെ ഹെയർ ആണോ ഇപ്പോഴത്തെ ഹെയർ മേക്ക് ഓവറാണോ അടിപൊളിയെന്ന് കമൻറ്റ് ചെയ്യണേ. ഏതാ ഇഷ്ടപ്പെട്ടതെന്ന്, മുമ്പത്തെ ഹെയർ ആണോ ഇപ്പോഴത്തെ ഹെയർ ആണോ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി, ലെയർ വെട്ടിയത് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അത്യാവശ്യം ഫുൾ ലെങ്ത്ത് കൊടുക്കാൻ പറ്റില്ല, അത്യാവശ്യം ലെങ്ത്തില്ല ചേച്ചി സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഞാൻ മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തും എൻ്റേതായ ഒരു ഇതിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹെയർ മേക്ക് ഓവർ. അപ്പോൾ ഇങ്ങനെ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, വേഗം പോയി ചെയ്തോ. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. നമ്മുടെ പേഴ്സണാലിറ്റി നമ്മൾ തന്നെ ചേഞ്ച് ചെയ്യണം. അപ്പോൾ ചേഞ്ച് എല്ലാത്തിനും നല്ലതാണ്.